ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു 2 പേരെ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങളത് നോക്കണേ. ദോ ഉണ്ടോ അവിടെ കണ്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നോക്കി കണ്ട, ഒരു 2 വയസ്സാവാറായതാണേ. ഒരാളിതാണ്, ഒരാളിത് നിൽക്കുന്നത്. എനിക്കിപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഒരു 2-3 ആഴ്ചയായുള്ളൂ. പക്ഷേ അവരെ സ്നേഹം കണ്ടാലുണ്ടല്ലോ, കുട്ടിക്കാലം തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. നിങ്ങൾക്ക് നാളെ കുണുക്കം കണ്ട. ഇത് റോസി, ഗോൾഡൻ റിട്രീവറാണ്. കണ്ട സ്നേഹം കണ്ട അവളുടെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം. അതിപ്പോൾ നോക്കിക്കൊണ്ടാ ചാടി കയറുന്നുണ്ട്. കണ്ട ചാടി കയറി കണ്ട അവളെ എന്ത് ക്യൂട്ടാന്ന് നോക്കിയാണ്. അവളെ സ്നേഹം കണ്ട എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ആഴ്ചയായുള്ളൂ. ഇവരെ വളർത്തിയവർ വിദേശത്ത് പോകുന്നുണ്ട്, നോക്കാൻ ആളില്ല. അങ്ങനെ എനിക്ക് തന്നതാണ്. ഞാൻ കൊണ്ടുവന്നുണ്ട് അവരെ നോക്കണ്ട. ഉള്ള സ്നേഹം കണ്ട. ഇവക്കൊരു കുശുമ്പുണ്ട്. ഇപ്പോൾ ഇവിടെ എന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണേ. ഞാൻ അത് അവൻ്റെ കുശുമ്പ്. ഇവളെ പിടിച്ചാൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ അവനെ പിടിക്കുമ്പോൾ നോക്കണം ഇവള് പ്രശ്നം ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. മോഞ്ഞു വാ. ഇത് ക്രിസ്റ്റി കണ്ട അവള് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവനെ ഞാൻ പിടിക്കുമ്പോൾ അവള് ഇവൻ ലാഭമാണ്. ഇവനൊരു 2.5 വയസ്സൊക്കെ ആയി. പക്ഷെ ഇവർ സ്നേഹമുണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം. അവളെ പ്രശ്നം വേണ്ട. ഞാൻ ഇവനെ പിടിക്കുന്നതിനാണ്. ഞാൻ അവളടുത്ത് വരുമ്പോൾ ഇവൻ പ്രശ്നം ഉണ്ടാക്കും. ഇവർ 2 പേരും എൻ്റെ സ്നേഹത്തിന് വേണ്ടി മത്സരമാണ്. ഞാനാണെങ്കിൽ ഇവർ 2 പേരെയും ജീവനെ പോലെ നോക്കേണ്ട. കൂട്ടുകാരെ ഇതാണ് നമ്മൾ പറയുന്ന, ഒരു നേരം നമ്മളിവർക്ക് നുള്ളി കൊടുത്തുണ്ടല്ലോ, ഈ ആയുസ് മുഴുവനും അവർ നമുക്ക് 1000 മടങ്ങ് സ്നേഹം തിരിച്ചിരും. അവളെ സന്തോഷം അവൾക്ക് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാണ്ട് എന്നെ കടിക്കുന്നത്. ഇപ്പം എന്തോ അവൻ വലിയ വിഷയമില്ല പക്ഷെ നോക്കണം. ഇപ്പം വീണ്ടും ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഇവളിവിടെ പ്രശ്നം ഉണ്ടാകും. ഇവള് കുശുംബിയാണ്. അതായിക്കൊള്ള അവളെ കളി മോഞ്ഞു വാ. ഗീസ് ഇവരെ സ്നേഹം നമ്മൾ ഇവരുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് മാറും. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് നിൽക്കുകയാണ്. മോൻ എന്തേ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെങ്ങനെ ഗീസ് നമുക്ക് കൊടുക്കാൻ തോന്നുക. ഞാൻ ഇവരെങ്ങ് വളർത്തുക, എൻ്റെ മക്കളെ പോലെ വളർത്തുക. അതാ കണ്ടോ, അത് ഫീമെയിലാണ്, ലാബ് മെയിലാണ്. 2 പേരും എൻ്റെ 2 മക്കളായിട്ട് ഇവിടെ വളരുക. എൻ്റെ സ്നേഹം അടിപൊളിയല്ലേ ഗീസ്? നോക്കി അവളെ സ്നേഹം എന്ത് ക്യൂട്ടാന്ന് നോക്കിയ അവള് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്നേഹമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. വേറെ 2 പേരുണ്ട് കേട്ടോ, അവർ താഴെയാണ്. അതിലും ഒരാൾ ഒരു ഫോമാണ്. അതിലും എനിക്കിതുപോലെ ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോൾ എനിക്കിതുപോലെ വളർത്താൻ പറ്റാത്ത ഒരാൾ തന്നതാണ്. പിന്നെ ഒരു ഡയാനുണ്ട്, അവളെ ഞാൻ ആദ്യമേ വളർത്തിയതാണ്. ഒരു 3 പേരെ എനിക്ക് ഇങ്ങനെ കിട്ടിയതാണ്. പക്ഷേ എനിക്ക് ഇവരെ ആർക്കും കൊടുക്കാൻ തോന്നുന്നില്ല. നമ്മളീ കാണിക്കുന്ന കണക്ക് സ്നേഹം എല്ലാവരും കാണിക്കണമെന്നില്ലല്ലോ. നോക്കിയാണ് എന്നെ കെട്ടി പിടിക്കുക. നോക്കി എൻ്റെ അടുത്ത് വരെ ചാടി കളിക്കണ്ട. നോക്കിയാണ് മോളെ നിങ്ങൾ ഗോൾഡൻ റിട്രീവറാണ്. ഞാൻ കൊണ്ടുവന്ന് പേരുടെ മരുന്നൊക്കെ കൊടുത്തു. ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല രീതിയിൽ നോക്കുക ഇവരെ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ എന്തോ പറയുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. 2 ഉണ്ട് ഞാൻ എന്നെ കൊണ്ട് നോക്കി. ഇത് ക്രിസ്റ്റി. അവന് ഭയങ്കര സ്നേഹമാണ്. അവരൊക്കെ ഭയങ്കര സ്നേഹമാണ്. അവളാണ് കുശിപ്പി. അവൾ വെള്ളം കുടിച്ചോണ്ടിരുന്നത്. ഞാൻ അവൻ്റെ തടവ് കണ്ടപ്പം വെള്ളം കൂടി നിർത്തിപ്പിഞ്ഞ് വന്നായിരുന്നു. വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. അവൻ്റെ അടുത്തിട്ട് പോകുമ്പോൾ ഓടി എൻ്റെ അടുത്തിട്ട് വരും. ഓടി റോസി, അവളുടെ പേര് പോലെ തന്നെ സുന്ദരി കുട്ടിയാണ്. സുന്ദരി കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി 2 വയസ്സായി, 2 വയസ്സാവാറായി. എന്നാലും എനിക്കിപ്പോൾ ഒരു 3 ആഴ്ചയുള്ളവരെ കിട്ടിയിട്ടു. പക്ഷെ അവരുടെ സ്നേഹമുണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനൊരു സ്നേഹമാണ്. എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് ഇവിടെ അറിയാൻ പറ്റും. ടെറസിൻ്റെ മുകളിലാണ്. അവരെ മഴയൊന്നും നനയത്തില്ല, ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ 2 പേരെയും കെട്ടിയേക്കുന്നത്. അവിടെ താഴെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവിടെ കുരവിൽ കിടക്കും. കിടക്കുന്നുണ്ട്. നീ വേണേ ഓക്കെ ഗെയ്സ്, ഇത് ഞാൻ ആർക്കും കൊടുക്കൂല, ഞാൻ തന്നെ വളർത്തുക. പിന്നെ എനിക്ക് ഇനി അഡോപ്ഷൻ വരും. ഇപ്പോൾ എനിക്ക് 5 ആയി. ഇപ്പോൾ അതിൽ കൂടുതൽ ഇനി പാടാണ്. അപ്പം ഇനി അഡോപ്ഷൻ വരുമ്പം ഞാൻ വീഡിയോസ് ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരാം.
നിങ്ങളവിടെ പിക്കപ്പ് ചെയ്താൽ മതി. നല്ല നല്ല ഇതുപോലെയുള്ള നല്ല ഡോഗുകളാണ് വരുന്നത്. ജർമ്മൻ ഷിപ്പ്യാർഡ്, ഗോൾഡൻ റിട്രീവർ, ലാബ്, അങ്ങനെയൊക്കെയുള്ള നല്ല 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 എല്ലാം വരുന്ന നല്ല ഡോഗ്സാണ് വരുന്നത്. ആൾക്കാർ വാങ്ങിച്ചിട്ടേ നോക്കാൻ പറ്റാതാകുമ്പം ഒരു കണക്കിന് അവർ കൊണ്ട് കളയാതെ ഇതുപോലെ തരുന്നത് നല്ലതാണ്. നമുക്ക് വളർത്താൻ സ്നേഹത്തോടെ വളർത്താൻ ആർക്കും കൊടുക്കാമല്ലോ. എന്തായാലും ഇവരെ ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇവരെ സ്നേഹത്തിന് മുമ്പ് ഞാൻ തോറ്റു പോവാം. അപ്പം ഇനി റോഡ് വീലറൊക്കെ വരും കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ഇതിൽ ഒന്ന് വേണമെന്നുള്ളൊരു ഞാൻ എൻ്റെ ഈ നമ്പർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ ഏതാണ് വേണ്ടതെന്നുള്ളത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അത് വരുമ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. എൻ്റെ ചാനൽ ഇത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവരെ പോലെ സ്നേഹമുള്ള ഒരുപാട് പേര് വരുന്നതാണ്. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഓക്കെ.